നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം MS വേണുഗോപാൽ. സാർ, ബിലാവൽ ഭൂട്ടോയുടെ, അതായത് PPP ചെയർമാനും മുൻ പാക് വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറയുകയുണ്ടായി. അതായത് ഇന്ത്യയുമായി, ഇന്ത്യയുടെ റോയുമായിട്ട്, അതുപോലെ പാകിസ്ഥാൻ്റെ ISI-യുമായിട്ട് സംയുക്തമായി ചേർന്ന് ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭീകരവാദത്തിനെതിരെ ദക്ഷിണേഷ്യയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കണം, അതിനുവേണ്ടി സമാധാനം സംസാരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ബിലാവൽ ഭൂട്ടോ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയുണ്ടായി. UN-ലടക്കമാണ് അദ്ദേഹം ഇത് വന്ന് പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പാകിസ്ഥാൻ ഒരു ക്ലീൻ ഇമേജ് കൊണ്ടുവരാൻ നോക്കുന്നു. അതേസമയം ഇന്ത്യയുടെ സ്റ്റാൻഡുകൾ ഓരോടത്ത് പോയിട്ട് നമ്മുടെ സർവകക്ഷി സംഘം എല്ലാം പോയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കം പാകിസ്ഥാനുമായിട്ട് ഇനിയൊരു ചർച്ചയില്ല, സന്ധിയില്ല എന്ന് കൃത്യമായി നിലപാട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ബിലാവൽ ഭൂട്ടോ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താ ഒരു സംയമനമാണോ അതോ വേറെ ഒരു ടാക്ടിക്സ് ആണോ ഇതിനകത്ത് കാണുന്നത്? വളരെ അപകടകരമായ ഒരു ടാക്ടിക്സ് ആണുള്ളത്, അല്ലാതെ ഒരു സംയമനവുമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇന്ത്യയുമായിട്ട് ഒരു സംയമനത്തിനും അവർ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, നമ്മുടെ 4 ദിക്കിലേക്കും 7 സംഘങ്ങൾ പോയി നടത്തിയ പ്രകടനം അസാധ്യമായ ഒരു പ്രകടനമായിരുന്നു. അത് വലിയ വിജയമാണ് നമുക്കുണ്ടാക്കിയത്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മൈലേജ് നമുക്ക് പല രാജ്യങ്ങളിലും കിട്ടുന്ന വിധത്തിൽ അത് വന്നു. കാരണം പാകിസ്ഥാൻ്റെ ആദ്യത്തെ നുണപ്രചരണങ്ങൾ പല വെസ്റ്റേൺ മീഡിയയും പലപ്പോഴും ക്യാരി ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്ഥലത്ത് ഇന്ത്യൻ പ്രതിനിധി വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അതൊക്കെ അവിടുത്തെ ന്യൂസ് ചാനലുകളും പത്രങ്ങളും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുകയും ജനങ്ങളുടെ ഇടയിൽ വരെ ഇത് എത്തുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്നും പാകിസ്ഥാൻ ഒരു നുണപ്രചരണ രാഷ്ട്രമാണെന്നും ഒക്കെയുള്ള ചീത്തപ്പേര് അവർക്ക് മേൽ പതിഞ്ഞു. പ്രത്യേകിച്ച് അവരുടെ പട്ടാള മേധാവികളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ ഭീകരന്മാരുടെ മരണശയ്യയുടെ അവിടെ വന്ന് നിന്ന് പതാക പതപ്പിച്ച് നിൽക്കുന്ന പടമൊക്കെ ഇന്ത്യൻ പ്രതിനിധികൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും ജനത്തിന് മനസ്സിലായി ഇവരും ടെററിസ്റ്റുകളും തമ്മിൽ കൈകോർത്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടെററിസ്റ്റുകളുടെ ഒരു സേഫ് ഹബ്ബാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യൻ പ്രതിനിധികൾ വിദേശങ്ങളിൽ അരക്കിട്ടുറപ്പിച്ചു എന്നവർക്ക് മനസ്സിലായി. ഈവൻ UN-ൽ പോലും നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞത്, UN-ലെ ഇപ്പം മനസാക്ഷി എല്ലാവർക്കും ഉണ്ടല്ലോ, ആ മനസാക്ഷിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ രാജ്യത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അവർ ചിലപ്പം ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, ചില രാജ്യങ്ങൾ നിശബ്ദത പാലിക്കും, നിഷ്പക്ഷത പാലിക്കും എന്നൊക്കെ ഉള്ളൂ. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾക്ക് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദം എന്താണെന്നും പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു ഹബ്ബാണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇവിടെ ബിലാവൽ ഭൂട്ടോ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം എത്രത്തോളം നെറികെട്ട രീതിയിലാണ് രാഷ്ട്രീയം പറയുന്നത്, അല്ലെങ്കിൽ എന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ പീഡനം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ ലോകമാധ്യമങ്ങൾ പറയുന്നത്. അതായത് ശശി തരൂരിനെ പോലെ തന്നെ അദ്ദേഹവും ഈ രീതിയിൽ അമേരിക്കയിലടക്കം പോയി സന്ദർശിച്ച് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളമ്പുകയാണ് അവിടെ പോയിട്ട്. അപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അവിടെ അങ്ങനെയല്ലല്ലോ, അവിടെ അവർ സുരക്ഷിതരാണ്. അതുപോലെ തന്നെ അവിടെ സൈനിക കമാൻഡിന് നേതൃത്വം നൽകുന്ന സോഫിയ ഖുറേഷിയുടെ പേരടക്കം എടുത്ത് പറയുന്നു. അങ്ങനെ സ്വയം ഇളിഭ്യനാവുന്ന അവസ്ഥ ബിലാവൽ ഭൂട്ടോ വരുന്നു. ഒരു മിലിറ്ററി ഒരു രാജ്യത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരാളുടെ ക്വാളിറ്റിയാണോ ഇത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അത് അവർ നുണപ്രചരണം വീണ്ടും ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ ആ നുണപ്രചരണം നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യയുടെ സത്യപ്രചരണം വിജയിച്ചു എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. കാരണം ഇന്നലെ വരെ ആ പ്രചരണങ്ങളൊക്കെ വിജയിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും ഹിന്ദുക്കളാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് പിക്ചർ മാറി. നമ്മുടെ പ്രതിനിധികൾ പോയി പലയിടത്തും പറഞ്ഞു, ഇത് ഹിന്ദു രാഷ്ട്രം മാത്രമല്ല, പാകിസ്ഥാൻ്റെ അത്രയും ജനസംഖ്യയുള്ളൊരു മുസ്ലിം രാഷ്ട്രം കൂടെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെക്കാൾ അഭിമാനത്തോടും അന്തസ്സോടും മതപരമായ കാര്യങ്ങളിൽ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ പ്രതിനിധികൾ ലോകം മുഴുവൻ അതിന് നിയോഗിച്ചത് OIC ആണ്, ഗുലാം നബി ആസാദാണ്. അതുപോലുള്ള മുസ്ലിം നേതാക്കൾ വരെ പോയി നമ്മുടെ രാഷ്ട്രത്തിലെ ഓരോ തലവന്മാരോടും പറയുകയുണ്ടായി. OIC പറഞ്ഞത്, ഞങ്ങൾ വളരെ സുരക്ഷിതരാണ്, സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ അറബി ഭാഷ വരെ സംസാരിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്, ഉറുദു സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ രാജ്യത്ത്
ഞങ്ങൾക്ക് ഇൻറ്റേർണൽ പല പ്രശ്നങ്ങൾ കാണും, പക്ഷേ അതൊന്നും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന യാതൊരു പ്രശ്നങ്ങളുമല്ല. പാകിസ്ഥാനെ അപേക്ഷിച്ച് ഞങ്ങൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ലോകത്തെ 4ാമത്തെ വലിയ രാഷ്ട്രമായി സാമ്പത്തികമായി മെച്ചപ്പെട്ട് അതിൻ്റെ ഗുണം ഞങ്ങൾ ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ കിട്ടുന്ന വിധത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അത് പറഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം രാഷ്ട്രങ്ങളിലടക്കം ഒരു പുതിയ തോട്ട് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ വരെ അവർ വിചാരിച്ചിരുന്നത് ഈ 56 രാഷ്ട്രങ്ങളും, പാകിസ്ഥാൻ ഉൾപ്പെടെ 57 വരും, 56 രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയെ ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരം അവിടെ വന്നിരുന്നെങ്കിൽ, അവർക്കിപ്പോൾ മനസ്സിലായി ഇന്ത്യ ഒറ്റപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ പിന്നെ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പിന്നെ ഇന്തോനേഷ്യയിലേക്ക് ഏകദേശം അടുപ്പിച്ചുള്ള ജനസംഖ്യയുള്ള മുസ്ലിങ്ങളെ കൂടെയാണ് അവർ ഒറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്കൊരു പുതിയ കാഴ്ചപ്പാട്, പുതിയ വെളിപാടുണ്ടാക്കാനായിട്ട് നമ്മുടെ സഖ്യത്തിന് കഴിഞ്ഞു. അത് മാത്രമല്ല, ബിലാവൽ ഭൂട്ടോയുടെ ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിൽ, ഈ സന്ദേശത്തിൽ വേറൊന്നും കൂടെ ഉണ്ട്. ഇന്ത്യൻ പാകിസ്ഥാനിൽ ഇവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അപ്പോൾ തമ്മിൽ സഖ്യമായാൽ രസമായിരിക്കുമല്ലോ. ഇതിപ്പോൾ കള്ളൻ പറയുന്ന പോലെയാണ്. കള്ളൻ പറയാണ്, പോലീസ് മോഷണം തടയാനായിട്ട് പോലീസുകാർ ഞങ്ങളുടെ കൂടെ വാ, നമ്മൾ രണ്ടുപേർക്കും സന്ധി ചേരാമെന്ന്. അത് എങ്ങനെ ഇരിക്കും? കള്ളനും പോലീസും സന്ധി ചേർന്ന് ഒരിടത്ത് മോഷണം തടയാൻ പറ്റുമോ? ഇവർ കള്ളനെന്ത് ചെയ്യും? പോലീസിനെ കൂട്ടുകൂടി നമുക്ക് ഒന്നിച്ച് പിടിക്കാൻ പോകാം, കള്ളനെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും കൊണ്ടുപോയി ഇവിടെ വേറെ അവൻ്റെ 4 പേര് നിന്ന് മോഷണം നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കറക്ക് കമ്പനിയും കൂടെ ഉദ്ദേശമുണ്ട്. പാകിസ്ഥാൻ അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പം ഒന്നാം തരം ഒരു ജിഹാദി കോളാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ നൈജീരിയ ചെയ്യുന്നത് എന്താണ്? സിറിയ ചെയ്യുന്നത് എന്താണ്? പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇറാനിലായാലും പിന്നെ മറ്റ് രാഷ്ട്രങ്ങളിലായാലും അവർ ചെയ്യുന്നത് എന്താണ്? അവർക്ക് പാകിസ്ഥാനിൻ്റെ ആ ഒരു ജിഹാദി ആശയം എവിടെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കാരണം അതുവഴി അവർക്ക് സാമ്പത്തികമായി കുറച്ച് മേന്മ ഉണ്ടാക്കുക, അതുവഴി അവരുടെ രാഷ്ട്രത്തിന് കുറച്ച് പിന്നെ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ നോക്കുക, കുറച്ച് പേരെങ്കിലും അവരോടുകൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നോക്കുക. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും അവർക്ക് ഒരു അന്തസ്സായ ഒരു രാഷ്ട്രമായി നിലനിൽക്കാനുള്ള യാതൊരു പ്രവൃത്തികളും ഇപ്പോഴും അവരുടെ ഭാഗത്തു നിന്നില്ല. അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പട്ടാളം അവിടെ നിന്ന് പോകണം. ഈ പട്ടാളവും ISIയും ടെററിസ്റ്റുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം. അതിനവർക്ക് കഴിയാത്തിടത്തോളം കാലം അവരുമായിട്ട് യാതൊരു ചർച്ചയ്ക്കും പോകുന്നതിൽ അർത്ഥമില്ല. അത് ശശി തരൂർ പറഞ്ഞതാണ് എൻ്റെ ശരിയായ കാര്യം. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നറിയില്ല. ഇവർ ഈ തീവ്രവാദ സ്വാധീനമുള്ള ISIയിലേക്ക് റോയെ എഴുകി ചേർക്കുക എന്നുള്ള പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നും. പക്ഷേ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അങ്ങനെയല്ല കാണും. കാരണം ഇനി അവരുടെ കാര്യങ്ങൾ നടക്കാനും മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഒരു അടി കിട്ടാതിരിക്കാൻ വേണ്ടിയും ഇന്ത്യയെ കൂടെ ഇതിനകത്ത് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒന്നാണെന്ന് തെളിയിക്കാനുള്ളൊരു വഴി കൂടിയാണോ അവർ? അതൊരു വളഞ്ഞ വഴിയാണ്. കാരണം തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ നാളെ പറയുമല്ലോ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ രഹസ്യാന്വേഷണ വിഭാഗവും ഒന്നിച്ച് ചേർന്നുകൊണ്ട് പിന്നെ ടെററിസ്റ്റുകളെ നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പേര് കൂടെ എല്ലാത്തിനും വരുമല്ലോ. അപ്പോൾ വരും. അപ്പോൾ എന്നിട്ട് അവരതിന് കൂട്ടു നിൽക്കുന്നില്ല. അവരിപ്പോഴും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ ഇത്ര ശുദ്ധന്മാരായിട്ട് ഞങ്ങൾ അവരുടെ റോയെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വിളിച്ച് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറയുമ്പം അവർ വരാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരാനും കൂടെയാണ്. ആ വ്യാഖ്യാനം ലോകത്ത് വേറൊരു കള്ളം പറയാനുള്ള അവസരം കൂടെ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ്. ശരിക്ക് ഇന്ത്യ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പട്ടാളത്തിനെയാണ് ഞങ്ങളുടെ ആളെ വിട്ട് ട്രെയിൻ ചെയ്യിക്കേണ്ടത്. ഞങ്ങളുടെ പട്ടാളക്കാർ വന്ന് നിങ്ങളുടെ ആളെ ട്രെയിൻ ചെയ്യിക്കാം. എന്തിന്? ഭീകരവാദികൾക്കെതിരായിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. അതാണ് നമ്മൾ പറയേണ്ടത്. ആ ബുദ്ധിവശം പോയില്ല. അല്ല നമ്മൾ അങ്ങോട്ട് പറയേണ്ടത്. അവരിങ്ങോട്ടല്ല, നമ്മൾ അവരോട് പറയേണ്ടത് ഇതിന് ബദലായിട്ട്. ഇവിടെ റോയല്ല അവിടെ വരേണ്ടത്. അവരൊക്കെ എന്നാലും തീവ്രവാദം നിർത്താൻ അവർക്ക് എന്നാലും മനസ്സില്ല. തീവ്രവാദം നിർത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവരുടെ മിലിറ്ററിയെ ആദ്യം ശുദ്ധീകരിക്കണം. അതിൻ്റെ ട്രെയിനിങ് നമ്മുടെ ആൾക്കാർ വന്ന് അവർക്ക് കൊടുക്കും. എങ്ങനെ മിലിറ്റൻസിനെ അകറ്റണം, എങ്ങനെ മിലിറ്റൻസിനെ തകർക്കണം, എങ്ങനെ മിലിറ്റൻസിൻ്റെ ബേസ് നശിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ട്രെയിനിങ് കൊടുക്കാമെന്നാണ് അവരടുത്ത് പറയേണ്ടത്. അപ്പോൾ അവരുടെ കളി പുറത്താവും. അങ്ങനെ ഒരു പാകിസ്ഥാൻ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഒരു 10-35 വർഷമായിട്ട് അതൊരു ടെററിസ്റ്റ് രാഷ്ട്രമായിട്ട് മാറി. പണ്ട് ഇന്ത്യ വിരുദ്ധമായിരുന്നു അവർക്ക്. ഒരു 10-40 വർഷം അവർ ഇന്ത്യ വിരുദ്ധതയും കൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചെയ്യുന്നത് മുഴുവൻ
ഈ ഇന്ത്യ വിരുദ്ധത മാത്രമല്ല, ഇന്ത്യയെ 1000 കട്ട്സിലൂടെ മുറിവേൽപ്പിക്കുക എന്നുള്ളതിന് ഒരു ആയുധമായിട്ട് ടെററിസ്റ്റുകളെ ഉപയോഗിക്കുകയാണ്. ഇത് അവർക്ക് തന്നെ അപകടത്തിലാണ്, അവരുടെ രാഷ്ട്രത്തിന് അപകടമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ആരെ ടെററിസ്റ്റുകളുമായിട്ട് കൂട്ടുകൂടി കളിച്ചാലും വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ പ്രശ്നമാവും. ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലയുമായിട്ട് കൂട്ടുകൂടി. പിന്നീട് എന്താ സംഭവിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് കാരണമാക്കിയത് ഭിന്ദ്രൻവാലയാണ്. അപ്പോൾ ആ ഖാലിസ്ഥാൻകാരാണ് അല്ലേ? അതുപോലെ നമ്മൾ ഏത് രാഷ്ട്രത്തിൻ്റെ അടുത്തും നമ്മൾ ടെററിസ്റ്റുകളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തോ അത് പ്രശ്നമാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ശശി തരൂരിൻ്റേത്. അതായത് ഒരു ഭാഗത്ത് നിന്ന് ബിലാവൽ ഭൂട്ടോ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശശി തരൂർ അതിനെല്ലാം തന്നെ ഒരു എന്താ പറയാനാണ് നമ്മുടെ S-400 തടുത്തു നിർത്തിയ പോലെ ഒരു കവചങ്ങളായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മൾ പറയാതിരിക്കാനാകില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ കയറി ഇറങ്ങി ബിലാവൽ ഭൂട്ടോ പറയുന്നു. അതിനെയൊക്കെ എതിർത്ത ശശി തരൂർ വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു വിഷമമുള്ളൊരു കാര്യം, ഇപ്പോൾ ആഭ്യന്തര നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കുത്ത് ശശി തരൂരിന് കിട്ടുന്നുണ്ട്. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ വലിയ തീവ്രമായൊരു അച്ചടക്ക നടപടിയാണ് അദ്ദേഹത്തെയൊക്കെ വരുത്തി വയ്ക്കുന്നത്. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ മീഡിയ വല്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ സമീപനമെല്ലാം നമ്മൾ കണ്ടതാണ്. മോദിയൊക്കെ ട്രംപ് പറഞ്ഞതുകൊണ്ട് മോദി കീഴടങ്ങി, നരേന്ദ്ര സറണ്ടർ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം, അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ കാര്യം നമ്മൾ അവിടെ കൃത്യമായി പറയേണ്ടത്. ഇപ്പോഴും നമുക്ക് രാഷ്ട്രീയമെല്ലാം മറന്ന് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് ഇതെല്ലാം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും ശശി തരൂർ എന്ന് പറയുന്നത് ഒരു വലിയ അസറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഞാൻ മുമ്പേ പറഞ്ഞു, അതിരഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ ഒരാളിന് പകരം, ഒരു വായാടുത്തക്കാരന് പകരം 2019 ശശി തരൂരിനെ അവർ പ്രതിപക്ഷ നേതാവാക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിനുണ്ടാകുന്ന മാറ്റം ചില്ലറയായിരുന്നില്ല. കോൺഗ്രസ്സിന് ആശയപരമായ ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിനും പുറത്തും പ്രചരിപ്പിക്കാൻ ശശി തരൂർ എന്നുള്ള പ്രതിപക്ഷ നേതാവിന് കഴിയുമായിരുന്നു. പക്ഷേ അപ്പം ബാക്കിയുള്ളവർ സ്വല്പം ചെറുതായി പോകുമോ എന്നുള്ള ഭയമാണ് അവർക്ക് ശശി തരൂരിനെ അകറ്റിയത്. പക്ഷേ നരേന്ദ്രമോദിക്ക് ആ ഭയമില്ല. ഇയാൾ എൻ്റെ കൂടെ കൂടിയാലും ഇയാൾ എന്നേക്കാൾ വലുതായി പോകില്ല എന്നൊരു ധൈര്യം അല്ലെങ്കിൽ ആത്മബലം അദ്ദേഹത്തിന് ഉണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വന്ന് പ്രചരണം നടത്തുക. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് തോന്നുകയാണ്, ഇയാൾ പോയി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ചീത്തയാവുമോ, എനിക്ക് കിട്ടുന്ന മതിപ്പ് കുറയുമോ എന്ന് വിചാരിച്ചാൽ എന്താണ് പറ്റുക? ശശി തരൂരിനെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തും. പിന്നെ ഫലം എന്താണ്? അദ്ദേഹം പോയി ഉണ്ടാക്കിയ ഓളം ചിലപ്പോൾ മറ്റാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും ഒരു രാഷ്ട്ര തലവൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നേതാവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ആ രാഷ്ട്രത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വം ആരാണ്? സ്പോർട്സിന് പറ്റിയ ആൾ അങ്ങോട്ട്, നയതന്ത്രത്തിന് പറ്റിയ ആൾ അതിന്, പിന്നെ ആഭ്യന്തരത്തിന് പറ്റിയ ആൾ അതിന്, നമ്മുടെ സാംസ്കാരിക കാര്യങ്ങൾക്ക് പറ്റിയ ആൾ അതിന്. ഇങ്ങനെ ഓരോ മേഖലയിലേക്കും പറ്റിയവരെ തിരിച്ചുവിടുക. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പറ്റിയ നേതാക്കളെ, ഇപ്പോൾ നമ്മുടെ മെട്രോമാനെ പോലുള്ളവരെ, അവരെ ഉയർത്തിക്കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ നേതൃത്വത്തിന് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം പുരോഗമിക്കുകയുള്ളൂ. ഈ രാഷ്ട്രത്തിലെ 150-140 പുറത്ത് കോടി വരുന്ന ജനങ്ങൾക്കും ഓരോ വ്യക്തിത്വങ്ങളാണ്, ഓരോ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രം വലുതാകുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ ആ ഓഫീസറിൻ്റെ താഴെ നിൽക്കുന്നവർക്ക് എന്ത് വ്യക്തിത്വം ഉണ്ടെങ്കിലും അതിനെ അടിച്ചമർത്താനാണ് ആ ഓഫീസർ ശ്രമിക്കുന്നത്. ഒരു സ്കൂളിൽ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡറിൻ്റെ താഴെ നിൽക്കുന്ന മുഴുവൻ പേരെയും കൊച്ചാക്കാനോ അല്ലെങ്കിൽ തന്നേക്കാൾ കുറഞ്ഞവരെ കൂടെ നിർത്താനുമാണ് ഒരു ലീഡർ ശ്രമിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ താഴെ കഴിവുള്ളവരെ മാറ്റിയിട്ട് കഴിവ് കെട്ടവനെ കൊണ്ടുവച്ചിട്ട് ഞാൻ വലുതാകാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? മന്ദബുദ്ധികളെ നിർത്തിയിട്ട് അരബുദ്ധിയായ ആൾ കേമനാണെന്ന് ജനത്തിൻ്റെ മുമ്പിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പം ഇയാളുടെ അരബുദ്ധി പലപ്പോഴും ഇയാൾക്ക് തന്നെ വിനയാകുകയും ഒന്നാന്തരം മണ്ടന്മാരെ ചുറ്റും നിർത്തിയിരിക്കുമ്പോൾ അവർക്കും സഹായിക്കാൻ പറ്റാതെ വരും. മറ്റേത് അവരെങ്കിലും പറഞ്ഞു കൊടുക്കും, അയ്യോ സാറേ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ അതിന് പോലും നിവൃത്തിയില്ലാത്ത വിധത്തിൽ ആയിത്തീരുന്ന വിധത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയിലൊന്നും നല്ല നേതാക്കളില്ലാത്തത്. ഒരു നേതാവ് വന്നാൽ പിന്നെ അയാളുടെ കീഴിൽ അയാളെപ്പോലെ സംസാരിക്കുന്നവനോ അയാളെപ്പോലെ പ്രവർത്തിക്കുന്നവനോ ആയ ഒരുത്തനെയും താഴെ വരാൻ സമ്മതിക്കില്ല.
ഏഴാം കൂലികളെ പിടിച്ചു നിർത്തും, യെസ്മാൻമാരെ പിടിച്ചു നിർത്തും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രം തകർന്നു പോകും, ആ പാർട്ടി തകർന്നു പോകും, ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം തകർന്നു പോകും, രാഷ്ട്രം തകർന്നു പോകും. ഇത് തന്നെയാണ് ശശി തരൂരിനും പറ്റുന്ന കുഴപ്പം. ശശി തരൂരിൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ ആ പാർട്ടി തയ്യാറല്ല. അപ്പോൾ അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ എപ്രാളം വരും. എല്ലാവർക്കും അവനവൻ്റെ ഇൻഡിവിജ്വാലിറ്റി പുറത്ത് കാണിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ അയാൾ മാനസികമായി മരിക്കും. ആ മാനസികമായി മരിക്കാൻ, ഇപ്പം നിങ്ങളെ ശ്വാസം മുട്ടിച്ച് മരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പിടയില്ലേ, അതുപോലെ മാനസികമായിട്ടൊരാളെ കൊല്ലാൻ പോകുമ്പോൾ മാനസികമായിട്ട് അയാൾ പിടയും. ആ പിടച്ചിലാണ് അയാൾ ചില പ്രതികരണങ്ങൾ നടത്തുന്നത്, പ്രസ്താവനകൾ നടത്തുന്നത്. അത് ചിലപ്പോൾ മറ്റവർക്ക് ഷാർപ്പായിട്ട് കൊണ്ടെന്ന് തോന്നും. അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ആ പാർട്ടികൾ ശ്രമിക്കണം. അതുകൊണ്ട് ശശി തരൂരിനെ ഇന്ത്യ ഗവൺമെൻറ് കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ മിഷൻ കാണിക്കുന്നത്. പാകിസ്ഥാൻ ആരെ നല്ലത് പറയുന്നു, അതിൻ്റെ അർത്ഥം അയാൾ ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന ആളെന്നാണ്. അതെ. പാകിസ്ഥാൻ ആരെ ചീത്ത പറയുന്നു, അതിൻ്റെ അർത്ഥം അയാൾ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നവനെന്നാണ്. ശശി തരൂരിനെ ആരെങ്കിലും കുറ്റം പറയുന്നെങ്കിൽ, പാകിസ്ഥാൻകാരെ കുറ്റം പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻകാരന് ഗുണമല്ല, ഇന്ത്യക്കാരനാണ് ശശി തരൂരിനെ കൊണ്ട് ഗുണം കിട്ടുന്നത്. നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും പാകിസ്ഥാനിൽ അയാളെ കൊല്ലണം എന്ന് വരെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻകാർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരാളാണ് ഇദ്ദേഹം, ഇന്ത്യക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആരെ പാകിസ്ഥാൻ, ഈ വെസ്റ്റേൺ മീഡിയ അതുപോലെ തന്നെയാണ്. വെസ്റ്റേൺ മീഡിയ ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ അമേരിക്കൻ മീഡിയ ആവശ്യമില്ലാതെ ആരെ പൊക്കുന്നോ അത് നിങ്ങൾ നോക്കിക്കോളൂ, അയാൾ ഒന്നാന്തരം ഒരു പിന്തിരിപ്പനോ മിനിമം പിന്തിരിപ്പനെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ദേശവിരുദ്ധനെങ്കിലും ആയിരിക്കും. കാരണം അവർക്ക് അവിടെ അതാണ് ആവശ്യം. ദരിദ്രന്മാരുടെ രാഷ്ട്രമെന്നും പിന്നോക്കക്കാരുടെ രാഷ്ട്രമെന്നും ജാതിയുടെ രാഷ്ട്രമെന്നും ബലാത്സംഗത്തിൻ്റെയും ക്രിമിനൽസിൻ്റെയും രാഷ്ട്രമെന്നും ഒക്കെ അറിയാനാണ് അവർക്ക് താല്പര്യം. അവർക്ക് ആർക്കും ഇന്ത്യ ഒരു വലിയ ശക്തിയാണ്, നാലാം ശക്തിയാണെന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ ദേഷ്യം വരും. ഇപ്പോൾ അംഗീകരിച്ചു വരുന്നത് ശശി തരൂർ ഇത് പോയിട്ട് പറയുന്നത് അവിടുത്തെ മാധ്യമപ്രവർത്തകർ എല്ലാവരും പാകിസ്ഥാന്റെ ചോദ്യങ്ങൾക്ക് തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞ ശശി തരൂരിന്റെ പ്രസ്താവനകൾ വെച്ചാണ്. അതിന് കാരണം ശശി തരൂർ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു റൈറ്ററാണ്, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, അദ്ദേഹം ഒരു കഥാകാരനാണ്, രചയിതാവാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ആരുടെ ഹൃദയത്തിൽ എങ്ങനെ കൊള്ളുന്ന വിധത്തിൽ സംസാരിക്കണം, എഴുതണമെന്ന് ശശി തരൂർ വർഷങ്ങളായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. വെസ്റ്റിൻ്റെ ഏറ്റവും പ്രത്യേകത അതാണ്. വെസ്റ്റേൺ മീഡിയയിലേക്കുള്ള, വെസ്റ്റേൺ ജനതയ്ക്കുള്ളൊരു ഗുണം, ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊള്ളാമെങ്കിൽ കൊള്ളാവുന്നവർ പറയും. അതുകൊണ്ടാണ് ഇവിടുന്ന് പിള്ളേർ അവിടെ, ഞാൻ പല പിള്ളേരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ സാഹിബിൻ്റെ എച്ചിൽ പെറുക്കാനായിട്ട് അവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, സാറേ ഈ സൊസൈറ്റിയിൽ നമുക്ക് എന്ത് ചെയ്താലും നമുക്കൊരു നന്മ, ഒരു താല്പര്യം കിട്ടുന്നില്ല, ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു മതിപ്പ് കിട്ടുന്നില്ല. അവിടെ പോയാൽ അങ്ങനെയല്ല. അവിടെ അവൻ നന്നായിട്ട് പ്ലേറ്റ് തുടങ്ങുമെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞിരിക്കും. അവൻ ശമ്പളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് തോളിൽ തട്ടി യു ആർ എ സ്മാർട്ട് ബോയ്, യു ആർ എ ഗുഡ് വർക്കർ എന്ന് പറഞ്ഞിരിക്കും. അത് നൽകുന്ന ഒരു അപ്രീസിയേഷൻ ഭയങ്കരമാണ്. നമുക്ക് 10,000 രൂപയല്ല ചിലപ്പോൾ വില, ചിലപ്പോൾ ഒരു ആത്മാവിൻ്റെ ആ ഒരു അഭിമാനം ഉണർത്തുന്ന ഒരു വാക്ക്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പല കുട്ടികൾക്കും ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ അവനെ ഇടിച്ച് താഴ്ത്തിയിട്ട് എന്നാ കുറച്ച് പൈസ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതും, അവിടെ പൈസയും നല്ലപോലെ കിട്ടുന്നു, അതിന് പുറമെ അവർക്കൊരു അപ്രീസിയേഷനും കിട്ടുന്നു. ആ അപ്രീസിയേഷന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കും നല്ല പ്രവർത്തിക്കുന്നവർക്ക്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ പ്രൊമോഷന്, ഞാൻ രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞ പോലെയാ, ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ പുറകെ നടക്കുന്നവനാണ്, അവനെ ബോസിസം കാണിച്ച് അവന് സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഇവിടെ പലപ്പോഴും പ്രൊമോഷൻ കിട്ടുന്നത്. പല കമ്പനികളിലും അങ്ങനെയാണ് വരുന്നത്. യഥാർത്ഥ ഹാർഡ് വർക്കർക്കല്ല കൊടുക്കുന്നത്. പക്ഷേ അവിടെ അതല്ല, അവർക്കിത് അറിയാം, ഈ ട്രക്കിനിക്ക് അറിയാം. ഹാർഡ് വർക്കറെ പൊക്കിക്കൊണ്ട് വന്നാലേ ഈ കമ്പനി വലുതാവുള്ളൂ എന്ന് അവിടുത്തെ സിഇഒക്ക് അറിയാം. എനിക്ക് വിശ്രമം ജീവിതം വേണമെങ്കിൽ, സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കമ്പനി വലുതായി എന്നുള്ള സൽപ്പേരിൽ എനിക്ക് ഇരിക്കണമെങ്കിൽ ഞാൻ നല്ല ആൾക്കാരെ താഴെ നിന്ന് പൊക്കിക്കൊണ്ടുവരണമെന്നറിയാം. അത് അവിടെയുണ്ട്, ഇവിടെ ഇല്ല. ഇതാണ് ശശി തരൂരിനും പറ്റിയ കുഴപ്പം. തൻ്റെ പാർട്ടിക്കകത്ത് തൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് നരേന്ദ്രമോദി ഒരു മിഷൻ കൊടുത്തു, നിങ്ങൾ മിടുക്കനാണ്, പോയിട്ട് വരാൻ പറഞ്ഞു. പോയി രാജ്യം മുഴുവൻ കറങ്ങി ആ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിച്ചു അദ്ദേഹം. അതേ ഒരു വലിയ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം ചിലപ്പോൾ പാർട്ടിക്കകത്ത് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.